ലോകത്ത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ ഏറ്റവും മികച്ച രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് സെൽ ഔട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിൽ ഒരു ബിസിനസ്സായിട്ട് നമുക്ക് ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അത് നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ആണുള്ളത്. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. ലോകത്തിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഏതൊരു സാധാരണക്കാരനും വലിയ വിജയങ്ങൾ എത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ അത് മികച്ചതാവണം എന്ന് മാത്രം. അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയും ഇതുതന്നെയാണ്. ലോകത്ത് ആദ്യമായിട്ട് Web3 അല്ലെങ്കിൽ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുമായിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുകയും വെറും 2 വർഷം കൊണ്ട് 150-ൽ പരം രാജ്യങ്ങളായിട്ട് 20 ലക്ഷത്തോളം ആളുകൾ 37,000 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടിയ ഒരു സ്റ്റാർട്ടപ്പ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഏതൊരു സാധാരണക്കാരനും വലിയ രീതിയിൽ ഡിജിറ്റൽ എലമെൻറ്റുകൾ ഏൺ ചെയ്യാനും വലിയ വരുമാനം നേടാനും ഒക്കെ സാധിക്കുന്ന ഒരു ഏതൊരു സാധാരണക്കാരനും ഈസി ആയിട്ട് വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ആദ്യമേ പറയുകയാണ്, ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് നമ്മൾ രക്ഷപ്പെടുത്തുമെന്നോ, വീഡിയോ കണ്ട് വരുമാനം നേടാമെന്നോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺസ് എല്ലാ ദിവസവും കിട്ടുന്ന ട്രേഡിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുമാനം നേടി ജീവിതത്തിൽ വിജയിക്കാമെന്നോ അങ്ങനെയൊക്കെയുള്ള ധാരണകളുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്, വളരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. അവിടെ നമ്മുടെ എഫേർട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും സ്മാർട്ട് വർക്ക് ചെയ്യാനൊക്കെ ഞാൻ തയ്യാറാണ്, എൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാനും വേണ്ടിയിട്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റബിൾ ആയിരിക്കും. റെവല്യൂഷണറി പ്രൊജക്റ്റും മാർക്കറ്റിൻ്റെ ആവശ്യകതയുമാണ് വലിയ നേട്ടങ്ങളുടെ അടിസ്ഥാനമെന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം 80കളുടെ അവസാനത്തോടെ തുടങ്ങിയ ഇൻ്റർനെറ്റിൻ്റെ Web 1 എന്ന് പറയുന്ന ഫോർമാറ്റോടുകൂടി ഒരു വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റത്തിൻ്റെ തുടക്കമാണ് ലോകത്തിൽ സംഭവിച്ചത്. 2000 Web 2 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് ചേഞ്ച് ആയപ്പോൾ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ലോകത്തിൽ സംഭവിച്ചത് അന്ന് വരെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു മാറ്റമാണ്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് ലോകം മാറി. സ്വപ്നങ്ങൾക്ക് അതീതമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളിലേക്ക് ലോകം മാറി. ആ സ്വപ്നങ്ങൾ മുൻകൂട്ടി കാണുകയും അതിനുവേണ്ടി അഹോരാത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻകൂട്ടി പ്രൊഡക്റ്റുകളും ഒക്കെ ഡിസൈൻ ചെയ്ത് അത് മാർക്കറ്റിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഇന്ന് ലോക സമ്പന്നരുടെ പട്ടികയിലുണ്ട്. ആ സ്വപ്നങ്ങൾ ഇല്ലാത്ത ആളുകളായിട്ടുള്ള നമ്മൾ, അതിനുവേണ്ടി ഫ്യൂച്ചർ കാണാൻ കഴിയാത്ത നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇന്ന് 300 രൂപയും 500 രൂപയൊക്കെ കൊടുത്തുകൊണ്ട് ഈ സർവീസുകൾ ഉപയോഗിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അവസരങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്, ബട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു പക്ഷേ 10 വർഷം മുൻപ് ഉണ്ടായിരുന്ന ഒരു ഫോണിൻ്റെ അവസ്ഥയല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഉള്ളത്. വലിയ ചേഞ്ചുകൾ വരികയും വലിയ മാറ്റങ്ങൾ വരികയും എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സ്മാർട്ട് ഫോൺ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിൽ ഇനി എന്ത് മാറ്റമാണ് സംഭവിക്കാനുള്ളത്? ഈ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ക്യാമറയിൽ വ്യത്യാസം സംഭവിക്കുക, ഡിസൈനിൽ വ്യത്യാസം സംഭവിക്കുക എന്നതിലൊഴിച്ച് വേറൊരു മാറ്റവും ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ സംഭവിക്കാത്ത അത്രയും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് ലോകത്തിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന വലിയ വിപ്ലവം? വിർച്വൽ റിയാലിറ്റി, മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറാൻ പോവുകയാണ്. ഇൻ്റർനെറ്റ് Web 3 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ മുൻപ് പറഞ്ഞു Web 1 തുടങ്ങി ആൻഡ് Web 2ലേക്ക് 2000 മാറി. ഇനി Web 3ലേക്ക് ഇൻ്റർനെറ്റ് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഫിസിക്കൽ ലൈഫിന് അതേപടി വിർച്വലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ മാറ്റങ്ങളുടെ കാരണം? 2008 ആദ്യമായിട്ട് ലോകത്തിൽ ഒരു വിർച്വൽ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി കടന്നു വരുന്നത്. 2008 ബിറ്റ്കോയിൻ എന്ന നാമധേയത്തിൽ ആദ്യമായിട്ട് ഒരു മദർ ഓഫ് ക്രിപ്റ്റോ എന്ന് വിളിക്കുന്ന ക്രിപ്റ്റോ ആയിട്ടുള്ള ബിറ്റ്കോയിൻ കടന്നു വരുന്നത്. ആ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് മാനറിലാണ്. ആ ഡീസെൻട്രലൈസ്ഡ് മാനറിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയുടെ പേരാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്.
സോ ഈ ബ്ലോക്ക് ചെയിൻ ലോകം പരിചയപ്പെടുകയും 2013 കൂടി എതേറിയം എന്ന് പറയുന്ന പ്രൊജക്റ്റുമായി കടന്നു വന്ന വിറ്റാലിക് ബ്യൂട്ടറിൻ എന്ന് പറയുന്ന പേഴ്സൺ ലോകത്തിനെ മാറ്റിമറിക്കാൻ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ വലിയ പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും ഇന്ന് ലോകം മുഴുവൻ ബ്ലോക്ക് ചെയിനിലേക്ക്, അതായത് ഗവൺമെൻറ്റുകളും ബിസിനസ്സുകളും എല്ലാ സംവിധാനങ്ങളും ഈവൻ ഇൻ്റർനെറ്റ് അടക്കം ബ്ലോക്ക് ചെയിനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ Web3 എന്ന് വിളിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് Web3യുടെ തുടക്കം എന്ന് പറയുന്നത്. സോ ഈ Web3യുടെ തുടക്കത്തോടുകൂടി ലോകത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിൻ്റെ പേരാണ് മെറ്റാവേഴ്സ് എന്ന് ലോകം വിളിക്കുന്ന വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു വിർച്വൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നമ്മളിന്ന് ഫിസിക്കൽ വേൾഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിർച്വലി ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ, ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഷോപ്പിംഗ് ചെയ്യാനും നമ്മുടെ ആക്ടിവിറ്റികൾ ചെയ്യാനും ജോലികൾ ചെയ്യാനും ഒക്കെ നമുക്ക് വീട്ടിൽ നമ്മളിരിക്കുന്ന കസാരയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം പോകാൻ പോകുന്നതിൻ്റെ പേരാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. 2030 വിർച്വൽ റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത്, ലോകം പ്രഡിക്റ്റ് ചെയ്യുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ട്രില്യൺസ് ഓഫ് ക്രോഡ്സ് ആണ്. സോ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് മേഖലയായിട്ട് വളരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വളരാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ Web3 ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് Web3 എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് മെറ്റാവേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ഒരു അഫിലിയേറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൺസെപ്റ്റുമായിട്ട് കടന്നു വരുന്നത്. 2022 ലാഡോ എന്ന് പറയുന്ന ഒരു റഷ്യൻ ഡെവലപ്പർ ഈ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതും അത് ബ്ലോക്ക് ചെയിൻ പോളിഗൺ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനിലൂടെ അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും അഫിലിയേറ്റ് നെറ്റ്വർക്ക് മോഡലിൽ ആളുകൾക്ക് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും അതിലൂടെ ഡിജിറ്റൽ എലമെൻറ്റുകൾ ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൈവരിക്കുകയും ഏകദേശം 2 വർഷം കൊണ്ട് 37,000 കോടി രൂപ ആളുകൾ ഇതിൽ നിന്നും വരുമാനമായിട്ട് വാങ്ങുകയും ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന അത്രയും വലിയൊരു രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സർവീസ് ആയിക്കോട്ടെ അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ ഒരു സർവീസ് ഏറ്റവും വലിയ സർവീസായിട്ട് മാറുന്നത്. ഉദാഹരണമായിട്ട് ഫേസ്ബുക്ക് തന്നെ എടുക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് മാർക്ക് സക്കർബർഗ് ലോകത്തിലെ വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് മാറിയിട്ടുള്ളത്. അത് Web3യിലേക്ക് ഇൻ്റർനെറ്റ് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന സർവീസുകൾ ആരുടെയാണോ അവരായിരിക്കും ഏറ്റവും വലിയ മാർക്കറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. സോ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ഓൾറെഡി മെറ്റാഫോഴ്സ് മാറി കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ വലിപ്പം നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്താൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാമെന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ, ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് മെറ്റാഫോഴ്സ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ബ്ലോക്ക് ചെയിൻ, പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്ന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ സ്മാർട്ട് കോൺട്രാക്ട്സ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ട് ഓൾറെഡി മെറ്റാഫോഴ്സ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ലോകം മുഴുവൻ നമുക്ക് അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, യാതൊരു രീതിയിലും ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് വരുമാനമില്ലാത്തൊരവസ്ഥയോ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാൻ 1% പോലും ചാൻസ് ഇല്ലാത്ത ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന, അതായത് Web3 എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് ലോകം മാറുന്നതിന് മുൻപ് തന്നെ നമുക്ക് അങ്ങനെ ഒരു Web3 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഫിലിയേറ്റ് സിസ്റ്റം നമ്മുടെ കയ്യിലേക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സോ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ വിജയിക്കണം എന്ന് തീർച്ചയായിട്ടും അതിയായ ആഗ്രഹമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച ഒരു പ്രൊജക്റ്റാണ് മെറ്റാഫോഴ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല മെറ്റാഫോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ, ഒരുപാട് നോളജുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകളുടെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെയും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴത്ത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.